ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജൂലൈ മാസം 5-ാം തീയതി ശനി, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെ വചനഭാഗങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ നാം ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ആനന്ദം എവിടെയാണ് കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ യഥാർത്ഥമായ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും. അതോ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കെടുത്തിക്കളയും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ആഴമേറിയ വചനഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മുടെ മുൻപിലേക്ക് തുറന്നു തരിക. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമാചരിക്കുവാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ച് ചേർത്ത തുണിക്കഷണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക, അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. ഈ വചനഭാഗത്തിൽ 3 പ്രധാന ചിന്തകൾ നമുക്ക് ഉൾക്കൊള്ളാം. ഒന്നാമതായി, യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ചോദ്യവും യേശുവിൻ്റെ മറുപടിയും ശ്രദ്ധിക്കും. ഫരിസേയരും ഞങ്ങളും ഉപവസിക്കുമ്പോൾ അങ്ങയുടെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നു? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാളന്റെ കൂട്ടുകാർക്ക് ഉപവസിക്കുവാൻ കഴിയും. ഉപവാസം സാധാരണയായി ദുഃഖത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സമയത്താണ് ആചരിക്കുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവാസത്തിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശു തൻ്റെ സാന്നിധ്യത്തെ ഒരു കല്യാണ വിരുന്നായി ഉപമിക്കുകയാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ അത് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമയമാണ്. ആ സമയം ഉപവസിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ആനന്ദത്തിൻ്റെ കാരണം തൻ്റെ സാന്നിധ്യമാണെന്ന് വ്യക്തമാക്കുകയും യേശു അവരുടെ കൂടെയുള്ളപ്പോൾ അവരുടെ ജീവിതം സന്തോഷത്താൽ നിറഞ്ഞു. അവർ ഇനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് യഥാർത്ഥ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമാണ്. അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം ആഘോഷമായി മാറും. രണ്ടാമതായി, യേശുവിൻ്റെ ഉപമകൾ ശ്രദ്ധിക്കുക. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷണം തുന്നിച്ചേർക്കാറില്ല. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിക്കാറില്ല. ഈ ഉപമകൾ യേശുവിൻ്റെ വരവിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യേശു കൊണ്ടുവന്നത് ഒരു പുതിയ നിയമമായിരുന്നു. അത് പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നതും എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായതുമായിരുന്നു. നിയമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ച പഴയ ചിന്താഗതിക്ക് യേശു കൊണ്ടുവന്ന ആത്മീയമായ സ്വാതന്ത്ര്യവും സ്നേഹവും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. യേശു നമ്മെ പഠിപ്പിക്കുന്നത്, അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിതം ആനന്ദിക്കണമെങ്കിൽ നാം പഴയ ചിന്താഗതിയെയും നിയമങ്ങൾ നോക്കിയുള്ള ഭയത്തെയും ഉപേക്ഷിച്ച് പുതിയൊരു മനസ്ഥിതിയോടെ അവനെ സ്വീകരിക്കണമെന്നാണ്. ദൈവം ഒരു ഭാരമായി കാണുന്ന പഴയ വീക്ഷണം മാറ്റി അവൻ്റെ സാന്നിധ്യം സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉറവിടമാണെന്ന് നാം മനസ്സിലാക്കും. അവസാനമായി, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നാം എങ്ങനെയാണ് യഥാർത്ഥമായ സന്തോഷം കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമതായി, അനുഷ്ഠാനങ്ങളെക്കാൾ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണം. ഉപവാസം നല്ല കാര്യമാണ്, എന്നാൽ അത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തേക്കാൾ വലുത്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആനന്ദം.
അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. രണ്ടാമതായി, സ്വാതന്ത്ര്യം ആഘോഷിക്കണം. യേശു നമ്മെ പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. ഈ സ്വാതന്ത്ര്യം അമിതമായ സ്വാതന്ത്ര്യമല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം. മൂന്നാമതായി, പുതിയ വീഞ്ഞും പുതിയ തോൽക്കുടവുമായി മാറണം. പഴയ ചിന്തകൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും രൂപപ്പെടുത്തുവാൻ നാം തയ്യാറാകും. അപ്പോൾ മാത്രമാണ് യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് യഥാർത്ഥമായ സന്തോഷം നൽകുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഒരു ഭാരമായി നിങ്ങൾക്ക് തോന്നുന്നു. സന്തോഷങ്ങളെയും ആസ്വാദനങ്ങളെയും അത് തടസ്സപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിൽ ഓർക്കുക, യേശു മണവാളനാണ്. അവൻ നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടമാണ്. പഴയ ചിന്താഗതികളെ ഉപേക്ഷിച്ച് പുതിയ ഒരു ഹൃദയവും മനസ്സുമായി അവനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥ ആനന്ദത്താൽ നിറയും. നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ സാന്നിധ്യത്താൽ നിറച്ച് എന്നും സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.